തമിഴ് സൂപ്പർ സ്റ്റാറും ടി.വി.കെ അധ്യക്ഷനുമായ വിജയിനെ കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ CBI പ്രതി ചേർക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പുകൾ ചുമത്തിയാണ് CBI കുറ്റപത്രം സമർപ്പിക്കുക. ഫെബ്രുവരി 2-ാം വാരത്തോടെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് സൂചന. വിജയ്ക്കൊപ്പം അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP ഡേവിഡ്സൺ ദേവാശീർവാദം ഉൾപ്പെടെ തമിഴ്നാട് പോലീസിലെ 2 ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കും. ഇവർക്കെതിരെയും സമാനമായ വകുപ്പുകളാണ്, അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമാണ് ചുമത്തുക. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് വിജയെ 2-ാം ഘട്ട ചോദ്യം ചെയ്യലിനായി വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. നിശ്ചയിച്ചതിലും 7 മണിക്കൂർ വൈകി വിജയ് വേദിയിലെത്തിയത് എന്തുകൊണ്ട്? വലിയ ആൾക്കൂട്ടവും തിരക്കും മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രസംഗം തുടർന്നത് എന്തുകൊണ്ട്? ആളുകളെ പിരിച്ചുവിടാൻ പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ എന്ത് നടപടികൾ സ്വീകരിച്ചു? സംഭവത്തിന് ശേഷം ചെന്നൈയിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങിയത് എന്തുകൊണ്ട്? എന്നിവയാണ് CBI പ്രധാനമായും വ്യക്തത തേടുന്ന ചോദ്യങ്ങൾ. 10,000 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന സ്ഥലത്ത് 30,000-ത്തിലധികം പേർ എത്തിയത് സംഘാടകരുടെ വൻ വീഴ്ചയാണെന്ന് CBI കണ്ടെത്തിയിരിക്കുന്നു. റാലിയിൽ ഇത്ര വലിയ ജനക്കൂട്ടം ഉണ്ടാകുമെന്ന് ടി.വി.കെ നേതൃത്വം മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്നാണ് പോലീസ് CBIക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും കരൂർ ദുരന്തത്തിൽ കുരുക്ക് മുറുകിയിരിക്കുകയാണ് ദളപതിക്ക്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയത്ത് വിജയ് CBI ചോദ്യങ്ങൾക്ക് വിധേയനാകുന്നത് ടി.വി.കെക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.വി.കെ വലിയ കുതിച്ചുകയറ്റം നടത്തുമെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റാലിൻ്റെ DMK തന്നെ അധികാരത്തിൽ വരുമെങ്കിലും ടി.വി.കെ മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് സർവേകൾ സൂചിപ്പിക്കുന്നു. പക്ഷേ വിജയെ CBI പ്രതി ചേർക്കുന്ന സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദമാകും ടി.വി.കെക്ക് നേരിടേണ്ടി വരിക. കരൂർ മനുഷ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന നിലപാടാണ് DMK സ്വീകരിച്ചിരിക്കുന്നത്. സ്റ്റാലിൻ വ്യക്തമായി വിജയ്ക്കെതിരെ അതായത് ആക്രമണം നടത്തുന്നില്ലെങ്കിലും പരോക്ഷമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് സ്റ്റാലിൻ. വിജയാകട്ടെ കരൂർ മനുഷ്യ ദുരന്തം ഉണ്ടായത് സ്റ്റാലിൻ്റെ ഭരണകൂടത്തിൻ്റെ അട്ടിമറിയാണ് എന്ന് പറഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടാകുമ്പോൾ നിശ്ചയിച്ചതിലും 7 മണിക്കൂർ വൈകിയാണ് വിജയ് കരൂരിൽ എത്തിയത്. ജനക്കൂട്ടം അതുവരെ വിജയെ കാത്തുനിന്നു. ദാഹജലം പോലും കുടിക്കാതെ അവർ കാത്തുനിന്നു. വിജയ് എത്തി പ്രസംഗം തുടർന്നപ്പോൾ തിക്കും തിരക്കും ഉണ്ടായി. വിജയെ നേരിട്ട് കാണാനും വിജയുടെ പ്രസംഗം കേൾക്കാനുമുള്ള ആവേശം ജനങ്ങളിൽ പ്രകടമായിരുന്നു. അത് മനുഷ്യ ദുരന്തത്തിലേക്ക് വഴുതി വീണു. തിക്കും തിരക്കും നിയന്ത്രണാതീതമായപ്പോൾ വിജയ് വാട്ടർ ബോട്ടിലുകൾ, വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുത്തു ആരാധകർക്ക്. അതിനുശേഷം അദ്ദേഹം പ്രസംഗം നിർത്തി മടങ്ങുകയായിരുന്നു ചെയ്തത്. പിന്നീട് പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യ ദുരന്തം സംഭവിക്കുകയായിരുന്നു. ഇതോടുകൂടി വിജയ്ക്ക് വലിയ തിരിച്ചടിയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായത്. എന്നാൽ തൻ്റെ റാലിയിൽ അട്ടിമറി സംഭവിച്ചുവെന്നായിരുന്നു വിജയുടെ പിന്നീടുള്ള ആരോപണം. DMK തൻ്റെ റാലിയെ അട്ടിമറിച്ചു എന്നാണ് വിജയ് ആരോപിച്ചത്. CBI അന്വേഷണം പക്ഷേ വിജയ്ക്ക് എതിരാണ്. വിജയ് നിശ്ചയിച്ചതിലും 7 മണിക്കൂർ വൈകിയെത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് CBI കണ്ടെത്തിയിരിക്കുന്നത്. ആൾക്കൂട്ടം തിക്കും തിരക്കും കാരണം നിയന്ത്രണാതീതമായ അവസ്ഥയിലായപ്പോൾ വിജയ് പ്രസംഗം തുടർന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വലിയ വീഴ്ച തന്നെയാണ്. ആൾക്കാരെ പിരിച്ചുവിടാൻ വേണ്ടി വിജയ് യാതൊരു വാക്കും പറഞ്ഞില്ല, പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലും സൂപ്പർ താരമെന്ന നിലയിലും. അതിനുശേഷം വിജയ് ഒളിച്ചോടുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പിന്നീട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വിജയ് അനുശോചനം അറിയിച്ചത്. ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് വേണ്ട പക്വത വിജയ് കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഈ മനുഷ്യ ദുരന്തത്തിന് കാരണം സ്റ്റാലിനാണെന്ന് വരുത്തി തീർക്കാൻ ടി.വി.കെ നേതാക്കൾ മത്സരിച്ചു. പക്ഷേ CBI അന്വേഷണം എത്തി നിൽക്കുന്നത് വിജയ്ക്ക് മേൽ തന്നെയാണ്.
സ്റ്റാലിന്റെ ഭരണകൂടം ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് സ്ഥാപിക്കാൻ വിജയ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. തമിഴ്നാട് സൂപ്പർ താരം വിജയ് ഇപ്പോൾ വളരെ സമ്മർദ്ദപരമായ ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. തൻ്റെ അവസാന ചിത്രമെന്ന് വിജയ് തന്നെ വിശേഷിപ്പിക്കുന്ന ജനനായകൻ തിയേറ്ററിലെത്താൻ വൈകുന്നു. അതിന് ശക്തമായ എതിർപ്പുമായി സെൻസർ ബോർഡ് എത്തിയിരിക്കുന്നു. വിജയ് നായകനാകുന്ന ജനനായകൻ കാണാൻ ആൾക്കാർ ആവേശപൂർവ്വം കാത്തിരുന്നുവെങ്കിലും ഇതുവരെയ്ക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, TVKയ്ക്ക് വേണ്ടി വിജയ് പ്രചരണത്തിനിറങ്ങുമ്പോൾ DMK ചോദിക്കുന്ന ചോദ്യങ്ങൾ CBI ചോദിക്കുന്ന ചോദ്യങ്ങളും ആയിരിക്കും. DMKയ്ക്ക് നല്ലൊരു പ്രചരണായുധം TVKയ്ക്കെതിരെ കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ DMKയുടെ ശക്തരായ എതിരാളി TVK ആണ് തമിഴക വെട്രിക്കഴകം വിജയുടെ ഓരോ നീക്കത്തെയും ജാഗ്രതയോടെയാണ് സ്റ്റാലിൻ നോക്കിക്കാണുന്നത്. വിജയുടെ ഓരോ നീക്കവും തൻ്റെ അടിത്തറ ഇളക്കുമെന്ന് സ്റ്റാലിന് അറിയാം. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം, CBIയുടെ ചോദ്യങ്ങൾ സ്റ്റാലിൻ ചോദ്യങ്ങളാക്കി മാറ്റും വിജയ്ക്ക് എതിരെ. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ വിജയെ പ്രതിചേർക്കുന്നത് വലിയ തിരിച്ചടിയാണ് TVKയ്ക്ക്. വിജയ് എന്തൊക്കെ പറഞ്ഞാലും ഈ സംഭവം ഉണ്ടായതിൽ വിജയുടെ ഭാഗത്ത് നിന്ന് അലംഭാവമുണ്ടായി എന്നത് പകൽ പോലെ വ്യക്തമാണ്. നിശ്ചയിച്ചതിലും 7 മണിക്കൂർ വൈകി വിജയ് എത്തിയതാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. വിജയെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ജനതയെ വിജയ് മറന്നു. അപ്പോൾ എന്ത് തടസ്സമുണ്ടായാലും ഇത്രയും മണിക്കൂർ വൈകി എത്തുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാകുക സ്വാഭാവികം. മാത്രമല്ല, തമിഴക വെട്രിക്കഴകം നേതാക്കൾ 10,000-ഓളം പേർ ഉൾക്കൊള്ളുന്ന വേദിയിൽ 30,000-ഓളം പേർ വരുമെന്ന കാര്യം പോലീസിനെ അറിയിച്ചിട്ടില്ല എന്ന റിപ്പോർട്ട് വിജയ്ക്ക് വലിയ തിരിച്ചടിയാണ്. 30,000-ത്തിലധികം പേരാണ് അവിടെ തടിച്ചുകൂടിയത്. മരങ്ങളിലും മറ്റും കയറിയിരുന്ന് വിജയെ ഒരു നോക്ക് കാണാൻ ആരാധകർ വെമ്പൽ കൊണ്ടു. ഈ സാഹചര്യത്തിലാണ് വൻ ദുരന്തം ഉണ്ടായത്. കുടിവെള്ളം കിട്ടാതെ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞവർ നിരവധി. കരൂർ മനുഷ്യ ദുരന്തം ഉണ്ടാക്കിയത് വിജയാണ് എന്ന തരത്തിലാണ് CBIയുടെ അന്വേഷണം പോകുന്നത്. DMK നേതാക്കൾ ഇക്കാര്യത്തിൽ ശ്രദ്ധാപൂർവമായ മൗനമാണ് പുലർത്തുന്നത്. വളരെ ശ്രദ്ധാപൂർവമാണ് സ്റ്റാലിൻ ഓരോ ചുവടും വയ്ക്കുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം സ്റ്റാലിൻ സർക്കാരിനെതിരെ നിലനിൽക്കുന്നു എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ TVKയ്ക്ക് ഈ വരവിൽ അധികാരം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും മുഖ്യ പ്രതിപക്ഷമാകാൻ അവർക്ക് സാധിക്കും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിജയ്ക്കെതിരെ ഇനി ആക്രമണം കടുപ്പിക്കുകയാകും സ്റ്റാലിൻ ചെയ്യുക. എന്തായാലും വിജയെ പ്രതിചേർക്കാനുള്ള CBI തീരുമാനം താരത്തിന് വലിയ തിരിച്ചടി ആയിരിക്കുകയാണ്.